ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ജാനകി ആ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവിടെ നിൽക്കുമ്പോഴാട്ടോ അങ്ങോട്ടേക്ക് നിരഞ്ജന ചെല്ലുന്നേ. ജാനിയടുത്തിയുടെ അമ്മയെ പറ്റി ഏട്ടത്തി പറഞ്ഞതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്നും പറഞ്ഞ്. പാവം അമ്മ. ആ അമ്മ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും, എവിടെ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് അല്ല ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറയുക. അപ്പോൾ ഏട്ടത്തി ഇപ്പം മാത്രമേ വേദനിക്കുന്നുള്ളൂ, ആ ഒരു അമ്മയോ അന്ന് തുടങ്ങിയ ഒരു വേദനയല്ലേ എന്നൊക്കെ ഇങ്ങനെ നിരഞ്ജന ചോദിക്കുക കേട്ടോ. ഏട്ടത്തി ഓർഫനേജുകളെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടല്ലേ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നത്. എന്താ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണമെന്ന് ചോദിച്ചു നിരഞ്ജന അന്നേരം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ജാനകി അന്നേരം നിരഞ്ജനയോട് ചോദിച്ചു. അതാണ് അങ്ങനെ തോന്നിയത്. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലും ജീവിതം തകിടം മറിഞ്ഞിട്ടുണ്ടാകുമെന്നും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതെന്നും ചിലപ്പോൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ തൻ്റെ ആ ഒരു ഉള്ളിലെ ഇത് പറയാതെ പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു വഴിയല്ലാതെ വേറെ എന്തൊരു വഴി ഇങ്ങനെയുള്ളവർക്ക് മുന്നിലുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്. അപ്പോൾ ഏതെങ്കിലും ഓർഫണേജിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും, അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ അവിടെ വെച്ചായിരിക്കും ചിലപ്പോൾ പ്രസവമൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറയുക. കുഞ്ഞിനെ അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാണെങ്കിലും അപ്പോൾ ഏട്ടത്തി പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന്. ഏട്ടത്തിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളതുപോലെ. സത്യം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ലല്ലോ ഏട്ടത്തി എന്ന് നിരഞ്ജന പറയുമ്പോൾ ഇതൊക്കെ ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ നിരഞ്ജന. ഞാൻ പറയുന്നത് ഈ ഒരു അന്വേഷണം ഓർഫണേജുകളിൽ മാത്രമാക്കാതിരുന്നാലോ? അഭിയേട്ടനോട് ഈ വിവരം പറഞ്ഞ ആൾ ഒന്നുകൂടി ഒന്ന് കാണണമെന്നും അയാളിൽ നിന്നും വേറെന്തെങ്കിലും സൂചന ഒരു പക്ഷെ കിട്ടിയാലോ എന്ന് നിരഞ്ജന ചോദിക്കുക. അമ്മയുടെ നാടും വീടും ശരിക്കും അറിയാതെ അയാൾ ഇങ്ങനെ ഒരു വിവരം എന്തായാലും പറയില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര ഇവളോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുക. അച്ഛനാണ് ഈ വിവരം പറഞ്ഞതെന്ന് ഇവളോട് തുറന്നു പറയാനും എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ സ്വയം ശപിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഈ സമയം എന്തിനാ ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എന്തു പറ്റിയ ഏട്ടത്തി എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ നിരഞ്ജനെ ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എന്നും അതുപോലെ എല്ലാം അറിയുന്ന ആ ഒരു മനുഷ്യൻ ഈ ലോകം വിട്ടു പോയി എന്നുള്ള കാര്യങ്ങളും നിരഞ്ജനയോട് ജാനകി പറയുക. എന്തോ സംസാരത്തിനിടയിൽ അദ്ദേഹം അഭിയേട്ടനോട് ഇത് പറഞ്ഞതാണെന്ന് പറയുമ്പം ഈ വിവരം അറിഞ്ഞിട്ട് കുറേ നാളായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അമ്മയെ കാണാനുള്ള മോഹം ഞാൻ അഭിയേട്ടനോട് പറഞ്ഞപ്പോഴാണ് അഭിയേട്ടൻ എന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും എന്തായാലും എന്നെ പ്രസവിച്ചത് ഏതോ ഓർഫണേജിൽ വെച്ചാണെന്ന് മാത്രം ഞാൻ അറിഞ്ഞു എന്ന കാര്യവും പറഞ്ഞു. ഓർഫണേജുകളിൽ ചെന്ന് അന്വേഷിക്കാമെന്ന് വെച്ചതും അതുകൊണ്ടാണെന്നൊക്കെ ജാനകി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയുടെ അന്വേഷണം അത് ശരിയായ വഴിക്ക് തന്നെയാണെന്ന് നിരഞ്ജന ജാനകിയോട് പറഞ്ഞ് ആത്മധൈര്യം കൊടുക്കുകയാണ്. നമുക്ക് ഇനിയും അന്വേഷിക്കാം ഏട്ടത്തി, ദേ ഇവിടെ അത് ആരും അറിയരുത് കേട്ടോ, ഏട്ടത്തിയുടെ കൂടെ എന്ന് ഞാനുണ്ടാകുമെന്നും എവിടെന്നെങ്കിലും നമുക്ക് അമ്മയെ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ നീ ഇപ്പോൾ പോയി കിടന്നോ, ഞാൻ കുറച്ച് നേരം ഇവിടെ തനിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോയി. ജാനകി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയാട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ചേച്ചി മുത്തശ്ശിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. നിന്നെ കൊണ്ടുപോകാനേ ആരും വരത്തില്ല സുമംഗലെ, അങ്ങനെ ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എൻ്റെ കൊച്ചുമക്കളൊക്കെ രാത്രി വൈകിയാ വരുന്നത്, മുത്തശ്ശിയെ കൊണ്ടുപോയി കളഞ്ഞ വിവരം അവരൊക്കെ എങ്ങനെ അറിയാനാണെന്നും ആ ശൂർപ്പണക ആരോടും പറയില്ല എന്നൊക്കെ പറയാം. അച്ഛൻ്റെ കണ്ണടഞ്ഞ ഉടനെ മുത്തശ്ശിയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചെന്ന് നാട്ടുകാർ പറയുമോ എന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴല്ലേ സുമംഗലയുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം എനിക്ക് മനസ്സിലായതെന്ന് കൂടെയുള്ള ചേച്ചി. എൻ്റെ മകൻ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല, അതിനു മുൻപാ അവൾ എന്നോട് ഈ മഹാപാപം ചെയ്തിരിക്കുന്നത്. ദൈവം അവളോട് ചോദിക്കാതിരിക്കോ? സുമംഗലയുടെ മരുമകളും കൂടെ വന്നല്ലേ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്, പിന്നെ എന്താ അമ്മ മക്കളോട് പറയാതിരിക്കുമോ? അവരെപ്പോഴേ ഇതൊക്കെ അറിഞ്ഞു കാണുമെന്നൊക്കെ അന്നേരം ഈ ചേച്ചി സുമംഗലാമ്മയോട് ചോദിക്കുന്നു. ഭാര്യ പറയുന്നതേ ആൺമക്കൾ കേൾക്കത്തുള്ളന്നേ, അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യില്ല. ഇവിടുന്ന് ഇനി നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത് മരണമാണെന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ സുമംഗലാമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുമംഗല ഈ ഇരിക്കുന്ന കട്ടിലിൽ കിടന്ന 2 ആഴ്ച മുൻപ് വസുമതി മരിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് സുമംഗലാമ്മയ്ക്കൊരു പേടി. ജീവൻ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. രാത്രി 3 മക്കളെ പറ്റിയും കുറേ സംസാരിച്ചായിരുന്നു. പറഞ്ഞത് മുഴുവനും ഒരുപാട് കേട്ട് പഴകിയ അവരുടെ ജീവിത കഥകൾ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് 3 പേരും നല്ല ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞ് കഥകളെല്ലാം പറയാം. അപ്പോഴത്തേക്ക് സുമംഗലാമ്മയ്ക്ക് പേടിയായി, പിന്നെ കട്ടിൽ കിടക്കാൻ പേടിയായി തുടങ്ങി. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുക. അപ്പോൾ ഞാനും അതുപോലെ അവർ ഈ മുറിയിൽ ഒരുമിച്ച് ജീവിച്ചത് 4 വർഷമാണെന്നും എൻ്റെ
മക്കൾ എന്നെ കൊണ്ട് ഇവിടെ ഉപേക്ഷിച്ച് വിട്ടിട്ടും 4 വർഷമായെന്നും പറഞ്ഞു. എൻ്റെ മക്കൾ 2 പേരും വിദേശത്താ. ഒരാൾ കാനഡയിലും മോൾ ഓസ്ട്രേലിയയിലുമാണ്. മോള് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് മോനൊരു കമ്പനിയിലും. ഇംഗ്ലീഷുകാരി അവൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അവരെയൊന്നും ഞാൻ കുറ്റം പറയില്ല. മക്കൾ നല്ല നിലയിൽ ജീവിച്ച് കാണാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കാരുണ്യത്തിൽ എൻ്റെ മോനും മോളും കൊച്ചുമക്കളുമേയും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മക്കൾ വരില്ലേ? പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാ അമ്മ ഈ സുമംഗലാമ്മയോട് പറയാം. കൃത്യമായിട്ട് പണമൊക്കെ അയക്കുന്നുണ്ട്. സുമംഗലാമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് കിട്ടുന്ന പരിഗണനയെ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മക്കൾ നോക്കാത്ത നമ്മളെ ഇവരെങ്കിലും നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നളിനി അങ്ങോട്ടേക്ക് വന്നു. സുമംഗലാമ്മ കുറച്ച് ഉപ്പുമാവ് ഇരിപ്പുണ്ട്, കൊണ്ടുവരട്ടെ എന്നും ചോദിച്ച്. അപ്പോൾ എൻ്റെ പട്ടിക്ക് വേണ്ടി നിൻ്റെ ഉപ്പുമാവ്, എനിക്ക് വെള്ളം പോലും തന്നേക്കരുതെന്നല്ലേ ആ താടക പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്ര നേരം സുമംഗലയ്ക്ക് ഇതും പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന് കൂടെയുള്ള ചേച്ചി ചോദിച്ചു. ഇൻസുലിൻ എടുക്കുന്ന ആളാണെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുമംഗലാമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല. മധുരം വാരി വലിച്ച് കഴിച്ചിട്ടാ ഇൻസുലിൻ വേണ്ടി വരുന്നത്. മധുരം ഇവിടെ കിട്ടാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നളിനി അന്നേരം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കിനി ഇൻസുലിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പം അത് നീയാണ് കൂടി തീരുമാനിക്കുന്നത്. എൻ്റെ വീട്ടിൽ അടുക്കളപ്പണി എടുത്തവളല്ലേ നീയാ, എന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോ? ഞാൻ അന്നും ഇന്നും ആ പണി തന്നെ ചെയ്താൽ ജീവിക്കുന്നത്. അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല. എൻ്റെ വീടെന്നും പറഞ്ഞു നടന്ന നിങ്ങളുടെ ഗതി ഇപ്പം എന്തായി എന്ന് നളിനി തിരിച്ച് തള്ളയോട് ചോദിച്ചപ്പോൾ മിണ്ടാട്ടോ ഇല്ല. എനിക്ക് എൻ്റെ ജോലി ഇപ്പോഴും ഉണ്ട്. അതും പറഞ്ഞ് നളിനി അങ്ങ് പോയപ്പം ഇവളുമാരൊന്നും ഗുണം പിടിക്കത്തില്ല. എന്നെ വേദനിപ്പിക്കുന്നവരോടെല്ലാം ദൈവം എണ്ണി ചോദിച്ചോളൂന്ന് സുമംഗലാമ്മ. ആ ചേച്ചി വെറുതെ കടം കമിഴ്ത്തി വെള്ളം ഒഴിച്ചതാണല്ലോ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കപ്പം എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമേ എൻ്റെ മോൻ ഏതോ ഒരുത്തിയിലുണ്ടായ സന്തതിയും ആ സന്തതിയെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും എൻ്റെ വാക്ക് എൻ്റെ മോൻ കേട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ചേച്ചി പറയണം. ഒടുവിൽ അനുഭവിച്ച് അവൻ മരിച്ചത്. എൻ്റെ യേശുവേ, എൻ്റെ മക്കൾക്ക് തുണയായി എന്നും ഉണ്ടാകണേ എന്നും പറഞ്ഞ് ആ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയി. തള്ളച്ച് ഇങ്ങനെ പ്രാഗവും നേർച്ചയായിട്ടിരിക്കുക. എൻ്റെ ദൈവമേ, വയറ് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലല്ലോ, എങ്ങനെ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞിട്ട് തള്ള അവിടെ കിടന്ന് ഉരുളല വിശന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി വക്കീലിനെ വിളിക്കുക കേട്ടോ, സക്കീർ വക്കീലിനെ. അപ്പോൾ സക്കീർ ഭായി ആരെ അന്വേഷിച്ച് പോവാണെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നും ചോദിച്ചാൽ വിളിക്കുന്നത്. അപ്പോൾ ഭയങ്കര നിരാശയോടെ ഇരിക്കുകയാണ് അദ്ദേഹം. അന്വേഷിച്ച് പോയ ആളെ കണ്ടെത്താനായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ജാനകി, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളതേ ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞു. കേദാർനാഥിലുള്ളതെന്ന് പറഞ്ഞു. കേദാർനാഥിലോ? ആ അതെ, സൂര്യസാറിൻ്റെ ജോലിക്കാരനായി വളരെ കാലം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അന്വേഷിച്ചാൽ ഞാനിവിടെ വന്നതെന്നും പിന്നെ ഒരു അയ്യങ്കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നൊക്കെ പറഞ്ഞെല്ലാം പറയുക. അയാളുടെ മുഖം ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ കണ്ടെത്താൻ അത്രയ്ക്കൊക്കെ എളുപ്പമാണോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ നാട്ടിലെ അന്വേഷണം വെച്ച് നോക്കുമ്പോൾ അത് എളുപ്പമാകും ജാനകി. മലയാളികളെ മാത്രം അന്വേഷിച്ചാൽ മതിയല്ലോ. അപ്പം അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഏതോ ഒരു തെരുവിൽ ഒരു മലയാളി വൃദ്ധനുള്ള പേര് ഒരു പുരോഹിതൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. കാണിച്ചു കൊടുത്താൽ നമ്മളുടെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ 3 തവണ മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാം. സൂര്യ സാറ് എന്നെ അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കും, എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിക്ക് പ്രതീക്ഷ കൊടുത്ത് സംസാരിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവിടെ വൃദ്ധസദനമായിട്ടോ. അപ്പോൾ നളിനി അവിടെ നിൽക്കുമ്പോൾ നളിനിയുടെ ഫോണിലേക്ക് കോൾ വന്നു. അത് വേറെ ആരുമല്ല, ജാനകിയാണ് വിളിച്ചത്. അപ്പോൾ ജാനകി കുഞ്ഞ് വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. സുമംഗല അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പം ഞാനും അഭിയേട്ടനും ഒന്നും അറിഞ്ഞില്ലെന്നും പിന്നെ ഞങ്ങളിവിടെ ഇല്ലാത്ത സമയം നോക്കിയാൽ അപർണ മുത്തശ്ശി അവിടെ കൊണ്ടുവന്നാക്കിയതെന്നുള്ള കാര്യവും ജാനകി പറഞ്ഞപ്പോൾ അതിലൊരു തെറ്റുമില്ല കുഞ്ഞെ. കുറേ കാലം ആ വീട്ടിൽ ആർക്കും ഒരു സ്വൈര്യവും കൊടുക്കാതെ നടന്ന സ്ത്രീയല്ലേ അവരെന്നൊക്കെ അന്നേരം നളിനി തിരിച്ചു ചോദിച്ചു കേട്ടോ. ബന്ധങ്ങളുടെ വില എന്താണെന്ന് അവരും മനസ്സിലാക്കട്ടെ എന്നൊക്കെ നളിനി പറയണം. അതിന് പറ്റിയ സ്ഥലത്ത് തന്നെയാണ് അവരും ഒന്ന് പെട്ടിരിക്കുന്നത്. മുത്തശ്ശിയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കിപ്പോൾ ഉള്ളതെന്നൊക്കെ നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു. കുറച്ച് യാത്രകളും തിരക്കുകളും ഒക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞ് കിട്ടിയാൽ ഞങ്ങൾ വന്ന് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ കുഞ്ഞെ അവർ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തിയതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു പോയോന്ന് ജാനകിയോട് നളിനി അന്നേരം ചോദിച്ചു. ആരും ഇല്ലാത്തവള്, അനാഥാലയത്തിൽ വളർന്നവള് എന്നൊക്കെ പറഞ്ഞല്ലേ കുഞ്ഞിനെ അധിക്ഷേപിച്ചത് മുഴുവനും എന്നും ചോദിച്ചു. എന്നിട്ട് എന്തായി? അവസാന കാലത്ത് ആ വിധി തന്നെയല്ലേ ദൈവം അവർക്കും കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ നേരം നളിനി ചോദിക്കും കേട്ടോ.
സ്വർഗവും നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയാണെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമല്ലേ കുഞ്ഞെ? അവനവൻ ചെയ്യുന്നതിനുള്ള ശിക്ഷ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാതെ ഒന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. പണവും സ്വാധീനവും ആരോഗ്യവും ഉള്ളപ്പോഴേ നാളെ എനിക്കൊന്നും വരില്ല എന്ന് നമ്മൾ അഹങ്കരിക്കും. നാളെ എന്ന് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് ആരും ഓർക്കാറില്ല. അപ്പോൾ നളിനിയേച്ചി മുത്തശ്ശിയെ ശ്രദ്ധിച്ചോളണേ. പിന്നെ നളിനിയേച്ചിക്ക് അറിയാമല്ലോ മുത്തശ്ശിക്ക് ഇൻസുലിൻ എടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ എല്ലാം എനിക്കറിയാം. ഞങ്ങളിവിടെയുള്ള എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമാണ് പെരുമാറുന്നത്. ആ ഒരു പരിഗണന അത് അവർക്കും കിട്ടും കുഞ്ഞെ. അത് അവരുടെ പെരുമാറ്റം പോലെ ഇരിക്കും കേട്ടോ. പഴയ സ്വഭാവം ഒന്ന് മാറട്ടെ. അതിനല്ലേ ഇങ്ങനെ ഒരു വിധി ദൈവം അവർക്ക് കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പം അത് തന്നെയാണ് സങ്കടം. ഞങ്ങളോട് വീട് വിട്ട് പോകാൻ പറഞ്ഞ മുത്തശ്ശിക്ക് തന്നെ ആദ്യം വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ ജാനകി അന്നേരം പുള്ളിക്കാരിയോട് പറയുക. കൂടുതൽ കാലം അവർ ജീവിച്ച വീടല്ലേ ഇത്. മുത്തശ്ശിക്ക് വല്ലാത്തൊരു ഷോക്കായി കാണുമല്ലേ നളിനിയേച്ചി എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ നളിനിക്ക് പ്രത്യേകിച്ചൊരിതും തോന്നുന്നില്ല. എന്തായാലും നളിനിയേച്ചി മുത്തശ്ശിക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കണേ. എന്താ വേണ്ടതെന്ന് നളിനിയേച്ചി പറഞ്ഞാൽ മതി. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുഞ്ഞെ. അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും എന്തായാലും വിളിച്ചൊന്ന് അന്വേഷിക്കാൻ അവിടെ കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ എന്ന് അന്നേരം നളിനി പറയുക. അതും പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ശരി വെച്ചോട്ടെ, കുറച്ച് പണികൾ തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നളിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാമെന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അഭിയും കുഞ്ഞും കൂടി ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൊന്നൂനല്ലേ മുത്തശ്ശിയോട് സ്നേഹമുള്ളൂ, മുത്തശ്ശിക്ക് പൊന്നൂനോട് സ്നേഹമില്ലല്ലോ എന്നൊക്കെ അഭി ഇങ്ങനെ പറയുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് പൊന്നൂന് ഇഷ്ടമില്ലെങ്കിലും സാരമില്ല, മുത്തശ്ശി അവിടെ തനിച്ചായി പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുന്നത് ജാനകിയൊക്കെ കേട്ടോണ്ട് വരിക. അപ്പോൾ നമ്മളെ ആരെയും കാണാതെ മുത്തശ്ശിക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ ചോദിച്ച്. മുത്തശ്ശിക്ക് കുത്തിവെക്കാനൊന്നുമേ ആരും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ്റെ ആത്മാവ് ആരോടും ക്ഷമിക്കില്ല. എന്തൊക്കെ പറയാമെങ്കിലും അമ്മ തന്നെയല്ലേ എന്ന് ജാനകി വന്ന് അഭിയോട് ഇത് കേട്ട് ചോദിക്കുമ്പം അച്ഛൻ്റെ ആത്മാവേ സന്തോഷിക്കത്തേ ഉള്ളൂ. അച്ഛന് ചെയ്യാൻ കഴിയാത്തത് മരുമകൾ ചെയ്തത് ഓർത്തിട്ട്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഈ വീട്ടിലെ ആരുമല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി തന്നത് അവരാണെന്ന കാര്യം അഭി ജാനകിയോട് പറയുക കേട്ടോ. അതും തിരിച്ചറിവ് വന്നു തുടങ്ങിയ സമയത്ത് ആ ഒരു ഷോക്ക് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അഭി ഇങ്ങനെ ജാനകിയോട് പറയുവാണ്. എൻ്റെ കൂടപ്പിറപ്പുകളിൽ നിന്ന് എന്നെ അകറ്റി നിർത്താനാണ് അവർ ശ്രമിച്ചതെന്നും അതുമാത്രം അവർ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സത്യം അറിയുന്നതിന് മുൻപ് നീ പലപ്പോഴും എന്നോട് ചോദിച്ചിരുന്നില്ലേ എന്നെ മാത്രം മുത്തശ്ശി വെറുക്കാനും അല്ലെങ്കിൽ അകറ്റി നിർത്താനും കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നു. നീ ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണെന്ന് നീ സ്വയം അങ്ങ് ഉത്തരവും കണ്ടെത്തിയില്ലേ? മോനെ എന്നുള്ളൊരു വിളി പോയിട്ടേ എടാ അഭിയെന്ന് പോലും അഭിമോനെന്നോ അഭിന്ന് പോലും അവരെന്നെ വിളിച്ചിട്ടില്ല. അത്രമാത്രം അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനായിരുന്നു. ഈ കുടുംബത്തിൻ്റെ ശാപമായിട്ടാണ് അവരെന്നെ കണ്ടതെന്നും അഭി പറയുമ്പോൾ ഞാൻ നളിനിയേച്ചിയെ വിളിച്ചിരുന്നു. നളിനിയേച്ചി ഇവിടെ വെച്ച് പലപ്പോഴും മുത്തശ്ശി കരയിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ മുത്തശ്ശിക്ക് അവർ കൊടുക്കാതിരിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ജാനകി. നളിനിയേച്ചിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കതെല്ലാം മനസ്സിലായി അഭിയേട്ടാന്നും പറഞ്ഞു. അനുഭവം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അത് മുത്തശ്ശി പഠിക്കും. ഒരു തിരിച്ചറിവ് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ അന്നേരം ജാനകി ചോദിച്ചു. അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രമാണ് ജാനകി. പശ്ചാത്തപിക്കാനും മിനിമം ഒരു മനസ്സ് വേണം. അതവർക്കില്ല ജാനകി, അവരത് ചെയ്യില്ല എന്നും പറഞ്ഞു കേട്ടോ. കാഞ്ഞിരക്കൊരു പാലിലിട്ട് വെച്ചാലൊന്നും അതിൻ്റെ കയ്പ് മാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? മുത്തശ്ശിയുടെ കാര്യത്തിലും അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം അമൽ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. അവനോട് പറയാനുള്ള ധൈര്യം എന്തായാലും അപർണയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെ ജാനകി തിരിച്ചു ചോദിച്ചു. അത്ര വലിയൊരു തെറ്റല്ലേ അവൾ ചെയ്തത്? അപ്പം ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്തൊക്കെ പറയാമെങ്കിലും പുറത്തുള്ളവർ അറിഞ്ഞാൽ അത് വലിയ നാണക്കേട് തന്നെയാണെന്നും അച്ഛൻ മരിച്ചിട്ട് 1 മാസം പോലും തികയാതെയാണ് അച്ഛൻ്റെ അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. ചോദിക്കുന്നവരോട് മറുപടി പറയേണ്ട ആൾ ഞാനല്ലേ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിച്ചിട്ട് അഭി നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഈ സമയത്ത് ജാനകി കൊച്ചിനോട് മുത്തശ്ശിയുടെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ തീരുമാനിക്കട്ടെ മോളെ, നമ്മൾ അതിനകത്തൊന്നും പറയേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അമൽ പുറത്തിരിക്കുമ്പോൾ നമ്മുടെ അഭി ചെന്നിട്ട് ചോദിച്ചു, നീ അറിഞ്ഞോന്ന് ചോദിച്ചു. മന്ദര മുത്തശ്ശിയെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതാണോ എന്ന് അമൽ തിരിച്ചു ചോദിക്കുമ്പം അപ്പം നീ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. നിൻ്റെ അറിവോടെ അല്ലാതെ അപർണ ഇത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അവരെ അവിടെ എത്തിച്ചതിന് ശേഷം അപർണ എന്നോട് പറഞ്ഞത്. ഒപ്പം അമ്മയും ഉണ്ടായിരുന്നുവെന്നും രാവിലെ ഇൻസുലിൻ കിട്ടാതെ മുത്തശ്ശി കുഴഞ്ഞു വീണു. മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടേ ഏട്ടാ? ഒരു ഹോം നേഴ്സിന് വെക്കാനുള്ള അസുഖമൊന്നും
അപ്പം പിന്നെ എന്നാ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നീ അപ്പം അപർണയ്ക്ക് സൈഡായിട്ടാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അബി. എടാ നമുക്കങ്ങനെ മുത്തശ്ശിയെ തള്ളിക്കളയാൻ പറ്റുമോടാ എന്ന് അബി ഈ അമലിനോട് ചോദിക്കും കേട്ടോ. അച്ഛൻ്റെ അമ്മയല്ലേ അവർ, നീയും അത് മറന്നുപോയല്ലേ? എന്താടാ ഇങ്ങനെ? അച്ഛൻ്റെ ആത്മാവ് നമ്മളോട് പൊറുക്കോടാന്നൊക്കെ ചോദിക്കുമ്പം അച്ഛൻ്റെ കാര്യമൊക്കെ അബിയേട്ടൻ വിടാൻ പറഞ്ഞു. നമ്മുടെ വീട് ഇന്നത്തെ നിലയിലാകാൻ കാരണം ആരാ? മുത്തശ്ശി ഒറ്റ ഒരാളല്ലേ എന്ന് അമൽ അന്നേരം തിരിച്ചു ചോദിച്ചു. അബിയേട്ടനെയും ജാനിയടുത്തെയും ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയാണ് അവർ അപർണയെ കൂട്ടുപിടിച്ചതും ഇക്കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും. അവരെ അവളൊരു ആയുധമാക്കി, അവളെ ഈ നിലയിലേക്ക് വളർത്തി വിട്ടതുപോലും മുത്തശ്ശി ഒരാളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി വന്നിത് കേൾക്കുമോ ഇവർ തമ്മിൽ പറയുന്നത്. അബിയേട്ടനെ പ്രസവിച്ചത് അമ്മയല്ല എന്ന് ഇവിടെ കൊട്ടിഘോഷിച്ച് നടന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും അതൊരു വിഷയമായോ എന്ന് ചോദിച്ചു. വിഷയമാക്കിയത് മൊത്തം മുത്തശ്ശിയായിരുന്നില്ലേ? മൂന്നാറിൽ വെച്ച് തന്നെ അമ്മയുടെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ള വെറുപ്പ് കുത്തിവെച്ചു. അച്ഛനോട് നീയാണ് മൂത്ത മകൻ, അബിയേട്ടനോട് നീയാണ് മൂത്ത മകനെന്ന് പറഞ്ഞിളക്കി വിട്ടില്ലേ എന്ന് ചോദിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയാനൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശിയുടെ കാര്യത്തിൽ അമലിൻ്റെ തീരുമാനം കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക. അച്ഛൻ മരിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടായോ? അനാഥയെന്ന് നിരന്തരം ജാനിയടുത്തിയെ വിളിച്ച് അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നില്ലേ? എന്തോരം ഉപദ്രവങ്ങൾ അവർ ചെയ്തെന്ന് ചോദിച്ചു അമൽ. ആഭരണയെ പോലെ ഒരു മരുമകൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ഈ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളാൻ. എന്നിട്ടിപ്പോൾ ആരാ പുറത്തായത്? ആരാ കൊണ്ട് പുറത്താക്കിയത്? അവിടെ കുറേ കാലം ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാകും. അപ്പോൾ സന്തോഷത്തോടെ കഴിഞ്ഞു പോയൊരു കുടുംബത്തിൽ വിഷം കലർത്തിയത് താനാണെന്ന് അവരാദ്യം മനസ്സിലാക്കട്ടെ എന്നും അഭിയോടും ജാനകിയോടുമായിട്ട് നമ്മുടെ അമൽ പറഞ്ഞു. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ഏട്ടാ? മറിച്ച് വീണ്ടും അവരെ കൂട്ടിക്കൊണ്ട് വന്നാലേ പഴയതിനേക്കാളും വലിയ വലിയ ദുരനുഭവങ്ങളായിരിക്കും ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും അമൽ പറയുന്നതെല്ലാം കേട്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക. അമലിൻ്റെ തീരുമാനങ്ങൾ കേട്ടപ്പോൾ നീ പറഞ്ഞതെല്ലാം ശരിയാണെന്നും അതങ്ങനെ തന്നെ ആട്ടെ എന്ന് അഭിയും പറഞ്ഞു. ജാനകി ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എന്തായാലും താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം താൻ അനുഭവിച്ചിടുമെന്ന് പറയുന്നത് പോലെ മുത്തശ്ശി ചെയ്തതിൻ്റെ എല്ലാം ഫലം മുത്തശ്ശി അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ടേക്ക് വരാനുള്ളത്, പ്രവചനാതീതമായിട്ടുള്ള എപ്പിസോഡുകൾ. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.